നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും വിചിത്രവുമായ പലതരം പ്രതിഭാസങ്ങളാൽ നിറഞ്ഞതാണ് നമ്മുടെ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നോർമൽ മാറ്റർ അഥവാ ദ്രവ്യമെന്ന് പറയുന്നത്. നമ്മുടെ ഭൂമിയിൽ കാണാൻ സാധിക്കുന്ന എല്ലാ വസ്തുക്കളും ഈ നോർമൽ മാറ്റർ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. ഭൂമിയിലുള്ള വസ്തുക്കളിൽ മാത്രമല്ല നോർമൽ മാറ്റർ ഉള്ളത്. നമുക്കിന്ന് ഈ പ്രപഞ്ചത്തിൽ കാണാൻ സാധിക്കുന്ന നക്ഷത്രങ്ങളിലും ഗ്രഹങ്ങളിലും ബ്ലാക്ക് ഹോളുകളിലും അങ്ങനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയ മാറ്ററാണ് നോർമൽ മാറ്റർ. ഒന്നുമില്ലായ്മയിൽ നിന്ന് അഥവാ ശൂന്യതയിൽ നിന്ന് എങ്ങനെയാണ് മാറ്റർ ഉണ്ടാകുന്നത് എന്ന് വിശദമായി തന്നെ നമുക്ക് നോക്കാം. നമ്മുടെ പ്രപഞ്ചത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയ മാറ്ററാണ് നോർമൽ മാറ്റർ. അതായത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഏതൊരു വസ്തു എടുത്തു നോക്കിയാലും അതിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു പാർട്ടിക്കിളാണ് മോളിക്യൂൾസ് അഥവാ തന്മാത്രകൾ. രണ്ടോ അതിലധികമോ ആറ്റംസ് കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെയാണ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കിയാൽ ആറ്റങ്ങളെ കാണാൻ സാധിക്കും. ഈ ആറ്റത്തിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് എന്ന സബറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ സബറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു പദാർത്ഥമാണ് ക്വാർക്കുകൾ. നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും ചെറിയ പദാർത്ഥമാണ് ക്വാർക്സ്. ഇതുവരെ 6 തരം ക്വാർക്കുകളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക്, സ്ട്രേഞ്ച് ക്വാർക്ക്, ബോട്ടം ക്വാർക്ക്, ടോപ്പ് ക്വാർക്ക്, ചാം ക്വാർക്ക് തുടങ്ങിയവ. പക്ഷേ ഇതിൽ 2 തരം ക്വാർക്കുകളാണ് പ്രധാനപ്പെട്ടവ, അപ്പ് ക്വാർക്കും ഡൗൺ ക്വാർക്കും. ഈ 2 തരം ക്വാർക്കുകൾ ഒഴികെ ബാക്കിയുള്ളതെല്ലാം അൺസ്റ്റേബിൾ ആണ് അഥവാ സ്ഥിരതയില്ലാത്തവയാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ ഏതൊരു വസ്തു എടുത്തു നോക്കിയാലും അതിൽ സ്ഥിരമായി കാണപ്പെടുന്ന ക്വാർക്കുകളാണ് അപ്പ് ക്വാർക്കും ഡൗൺ ക്വാർക്കും. മനുഷ്യർ മുതൽ ഗ്രഹങ്ങൾ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നതും സ്ഥിതി ചെയ്യാൻ മാസ ആവശ്യമായിട്ടുള്ളതുമായ എല്ലാ സബ്സ്റ്റൻസിനെയുമാണ് നോർമൽ മാറ്റർ എന്ന് പറയുന്നത്. എന്നാൽ ഈ മാറ്റർ എങ്ങനെയാണ് ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്നും ഉണ്ടാകുന്നത്? ഇതിലേക്ക് കടക്കുന്നതിന് മുൻപ് പ്രപഞ്ചത്തിന് ഒന്നുമില്ലായ്മ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടോ? ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് പ്രപഞ്ചത്തിൽ ഒരുപാട് ഗ്രഹങ്ങളുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, ബ്ലാക്ക് ഹോൾസ് ഉണ്ട്, ന്യൂട്രോൺ സ്റ്റാർസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പദാർത്ഥങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ഈ പ്രപഞ്ചം. എന്നാൽ ഈ പദാർത്ഥങ്ങളെയെല്ലാം നമ്മൾ പ്രപഞ്ചത്തിൽ നിന്നും നീക്കം ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുന്നതാണ്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ പ്രപഞ്ചത്തിന് ഒന്നുമില്ലായ്മ എന്ന് പറയുന്ന ഒരവസ്ഥയില്ല. എന്നാൽ അവിടെയുള്ള എല്ലാ പദാർത്ഥങ്ങളെയും നമ്മൾ എടുത്തു മാറ്റി ഒന്നുമില്ലായ്മ എന്നുള്ള ഒരു സ്റ്റേജിൽ എത്തിച്ചാൽ പോലും അവിടെ ക്വാണ്ടം ഫീൽഡുകൾ ഉണ്ടാകും. ഈ ക്വാണ്ടം ഫീൽഡിൻ്റെ എഫക്റ്റിലൂടെ അവിടെ പദാർത്ഥങ്ങൾ ഉണ്ടാകും. ഈ ഒരു എഫക്റ്റിനെ ഷ്വിങ്ങർ എഫക്റ്റ് എന്നാണ് പറയുന്നത്. ഈ ക്വാണ്ടം ഫീൽഡിൽ പാർട്ടിക്കിൾസും ആൻറ്റി പാർട്ടിക്കിൾസും അടങ്ങിയിട്ടുണ്ട്. ഇവ പരസ്പരം കൂട്ടിമുട്ടുന്നുമുണ്ട്. ഇവ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് അൻഹിലേഷൻ അഥവാ ഉന്മൂലനമാണ്. ശൂന്യതയിൽ ശരിക്കും സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള അൻഹിലേഷനാണ്. ഈ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെയൊരു അൻഹിലേഷൻ നടക്കുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ഫോഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഫോഴ്സിൻ്റെ സഹായത്തോടു കൂടി അവിടെ ഒരു മാറ്റർ ഉണ്ടാവുന്നതാണ്. ഇതിന് കാരണമാകുന്ന ഫോഴ്സുകളാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും. പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന 2 ഫോഴ്സുകളാണ് ഇവ. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൽ പ്രകാശമാണുള്ളതെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ മാസ്സാണുള്ളത്. ഇത് എത്രമാത്രമാണ് പ്രപഞ്ചത്തിലുള്ളതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ
ഷ്വിങ്ങർ എഫക്റ്റിൽ പ്രത്യേകമായി പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ്. ഉന്മൂലനം അഥവാ അൻഹിലേഷൻ സംഭവിക്കുന്ന സമയത്ത് അവിടേക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് പോലെയുള്ള ഒരു ശക്തമായ ഫോഴ്സ് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഒരു മാറ്ററിനെ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ശൂന്യതയിൽ നിന്നും മാറ്റർ ഉണ്ടാകുന്നത്. എന്നാൽ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിഭീകരമായ ഫോഴ്സുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനെയാണ്. അത്രയധികം ഫോഴ്സുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് ഭൂമിയിൽ സൃഷ്ടിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ പ്രപഞ്ചത്തിൽ ഇത് ധാരാളമായി ഉണ്ടാകുന്നുണ്ട്. അതിശക്തമായിട്ടുള്ള മാസും ഡെൻസിറ്റിയുമുള്ള ന്യൂട്രോൺ സ്റ്റാറുകളിലും ബ്ലാക്ക് ഹോൾസിലുമൊക്കെ ഇത് ഉണ്ടാകുന്നുണ്ട്. ഇത്രയും ശക്തമായ ഊർജമുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ ആയിരുന്നു 2022 വരെ ശാസ്ത്രജ്ഞർ കരുതിയിരുന്നത്. എന്നാൽ 2022 കൂടി സയൻറ്റിസ്റ്റുകൾ വേറൊരു രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. അതായത് ഇത്രയും ശക്തമായിട്ടുള്ള ഊർജം ആവശ്യമായിട്ടുള്ളത് 3 ഡയമെൻഷൻ വേൾഡിലാണ്. എന്നാൽ 2 ഡയമെൻഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഇത് സൃഷ്ടിക്കാൻ അത്രയധികം ശക്തമായിട്ടുള്ള ഊർജം ആവശ്യമില്ല. എന്നാൽ 2 ഡയമെൻഷനിൽ എങ്ങനെയാണ് നമ്മൾക്കിത് സൃഷ്ടിക്കാൻ സാധ്യമായത്? 2022 ജനുവരിയിൽ ഒരു കൂട്ടം സയൻറ്റിസ്റ്റുകൾ നടത്തിയ പരീക്ഷണത്തിലാണ് ഇതാദ്യമായി കണ്ടുപിടിക്കുന്നത്. അതെ, ശൂന്യതയിൽ നിന്നും മാറ്റർ സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു. മനുഷ്യർ തന്നെ സൃഷ്ടിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യയായ ഗ്രാഫീനിൻ്റെ സഹായത്തോടുകൂടി വളരെ ശക്തമായിട്ടുള്ള ഇലക്ട്രോ ഫീൽഡുകളെ സൃഷ്ടിക്കാൻ സയൻറ്റിസ്റ്റുകൾക്ക് സാധിച്ചു. ഗ്രാഫീനുകൾ വളരെയധികം കനം കുറഞ്ഞ ഒരു പാർട്ടിക്കിളാണ്. അതുകൊണ്ട് തന്നെ അതിന് ഉയരം എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ ഇല്ല. ആകെയുള്ളത് 2 ഡയമെൻഷനുകൾ മാത്രമാണ്. ഇതൊരു 2 ഡയമെൻഷൻ വേൾഡ് ആയതുകൊണ്ട് തന്നെയാണ് ഇതുപയോഗിച്ച് നമുക്ക് ശൂന്യതയിൽ നിന്നും ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡുകൾ നിർമ്മിക്കാൻ സാധ്യമായത്. 3 ഡയമെൻഷനുകളിൽ ഇത് സാധ്യമാകണമെങ്കിൽ ന്യൂട്രോൺ സ്റ്റാറുകളിലേക്ക് പോകണം. ന്യൂട്രോൺ സ്റ്റാറുകളുടെ കോർ ഭാഗത്ത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണിത്. അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് ഇതിനെ നിരീക്ഷിക്കണം. പക്ഷേ ഇത് നിലവിലെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ചെയ്യാൻ സാധ്യമല്ല. ഇപ്പോൾ നമുക്ക് നിലവിൽ സാധിക്കുന്നത് 2 ഡയമെൻഷനിൽ അത് സൃഷ്ടിക്കാനേ സാധിക്കുകയുള്ളൂ. പലരും പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ശൂന്യതയിൽ നിന്നും ഒന്നും സൃഷ്ടിക്കാൻ കഴിയുകയില്ല എന്ന്. എന്നാൽ ഈ കാര്യം ഇപ്പോൾ പ്രാക്ടിക്കലി തന്നെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇത് ശരിക്കും വർഷങ്ങൾക്ക് മുൻപ് തന്നെ തിയറികളുടെ സഹായത്തോടു കൂടി തെളിയിച്ചിട്ടുള്ളതാണ്. ഏകദേശം 70 വർഷങ്ങൾക്ക് മുൻപ് ക്വാണ്ടം ഫീൽഡ് സിദ്ധാന്തത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളായ അമേരിക്കൻ തിയററ്റിക്കൽ ഫിസിസിസ്റ്റും നോബൽ പ്രൈസ് വിന്നറുമായ ജൂലിയൻ ഷ്വിങ്ങർ ശൂന്യതയിൽ നിന്നും പാർട്ടിക്കിൾസിനെ നിർമ്മിക്കാൻ കഴിയുമെന്ന് അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് നമ്മൾ പ്രാക്ടിക്കലിയും തെളിയിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ നമ്മുടെ ലോകത്ത് സംഭവിക്കുന്നതും ലോകത്തിന് പുറത്ത് സംഭവിക്കുന്നതുമായ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.